നമസ്കാരം, ഞാൻ ഡോക്ടർ ബ്രിജേഷ്. സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. ഈ വീഡിയോയിൽ നമ്മൾ ഏതാണ്ട് 6-7 കമ്പനികളിലെ നല്ല ചില അവസരങ്ങളാണ് മനസ്സിലാക്കുന്നത്. അതിൽ തന്നെ റീജിയണൽ പാസ്പോർട്ട് സെന്ററിലേക്കുള്ള ഒരു റിക്രൂട്ട്മെന്റ്, മികച്ച ശമ്പളമൊക്കെയുള്ള ഒരു അവസരം, അതല്ലെങ്കിൽ തിരുവനന്തപുരം എയർപോർട്ടിൽ ലഭ്യമായിരിക്കുന്ന ചില അവസരങ്ങൾ, കൊഗ്നിസന്റ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രമുഖ കമ്പനിയിലേക്ക്, മൾട്ടിനാഷണൽ കമ്പനിയിലേക്ക് എഞ്ചിനീയേഴ്സിന്റെയും നോൺ എഞ്ചിനീയേഴ്സിന്റെയും ഹയറിംഗ്, ലുലുവിൽ ഗ്രൂപ്പിലേക്കുള്ള ഹയറിംഗ്, ഇങ്ങനെ വിവിധ അവസരങ്ങൾ ഈ വീഡിയോയിൽ മനസ്സിലാക്കാം. ഇതൊക്കെ മനസ്സിലാക്കുവാനായിട്ട് നിങ്ങൾ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ തൊഴിൽ അവസരങ്ങൾ നമ്മുടെ വാട്സാപ്പ് ചാനലിലൂടെയൊക്കെ മനസ്സിലാക്കാം. അതിൻ്റെയൊക്കെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. വീണ്ടും സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. ആദ്യത്തെ അവസരം വിൻസ്മേര ജുവൽസിലാണ്. നാം അറിയുന്നത് പോലെ മോഹൻലാലിന്റെ അടുത്ത കാലത്ത് വന്ന ഒരു ജ്വല്ലറി പരസ്യം വളരെയധികം ശ്രദ്ധ ആകർഷിച്ചിരുന്നു. ആ കമ്പനിയാണ് വിൻസ്മേര ജുവൽസ്. അവർ ദുബായിലേക്ക് ഒരു ഹയറിംഗ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഒട്ടനവധി തസ്തികകളിലെ അവസരങ്ങളുണ്ട്. ഇതാ ഇവിടെ കാണാനായിട്ട് സാധിക്കും. അസിസ്റ്റന്റ് സെയിൽസ് മാനേജർ, സീനിയർ സെയിൽസ് എക്സിക്യൂട്ടീവ്, ജൂനിയർ സെയിൽസ് എക്സിക്യൂട്ടീവ്, അല്ലെ ട്രെയിനിങ്, അതുപോലെ കസ്റ്റമർ റിലേഷൻഷിപ്പ് എക്സിക്യൂട്ടീവ്, ഓഫീസ് ബോയ്, ഡ്രൈവർ, തസ്തികയിലൊക്കെ ഇവർ ഹയർ ചെയ്യുന്നുണ്ട്. ദുബായിലേക്കായിരിക്കും ഹയർ ചെയ്യുന്നത്. അതിനകത്ത് നിങ്ങൾക്ക് ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി, അല്ലെ തമിഴോ അങ്ങനെയൊക്കെയുള്ള ലാംഗ്വേജ് അറിയാവുന്നവർക്കൊക്കെ അപേക്ഷിക്കാം. എല്ലാ നാഷണാലിറ്റിക്കാർക്കും, ഇന്ത്യൻസ് ഉൾപ്പെടെ അവസരങ്ങളുണ്ട്. മെയിൽ ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് അപേക്ഷിക്കുവാനായിട്ട് കഴിയും. അപ്പൊ ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ, ഇതിന്റെ മാത്രമല്ല ഇനി പറയുന്ന എല്ലാ ജോബ് വേക്കൻസിയുടെയും കൂടുതൽ വിവരങ്ങൾ jobsbridge.com എന്ന നമ്മുടെ സൈറ്റിലുണ്ട്. അവിടെ പോയിട്ട് അതാത് കമ്പനികളുടെ പേര് പറഞ്ഞ് നിങ്ങൾക്ക് ഡീറ്റെയിൽസ് മനസ്സിലാക്കാം. അല്ലെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലെ ലിങ്കിലും ഡീറ്റെയിൽസ് നൽകുന്നുണ്ട്. ഇനി അടുത്ത അവസരം ലുലു ഗ്രൂപ്പിലേക്കാണ്. ലുലു ഗ്രൂപ്പിലേക്ക് ഒരു വോക്ക് ഇൻ ഇന്റർവ്യൂ തൊടുപുഴയിൽ അനൗൺസ് ചെയ്തിട്ടുണ്ട്. 6-ാം തീയതി ഡിസംബറിലായിരിക്കും വോക്ക് ഇൻ ഇന്റർവ്യൂ നടക്കുക. 10 മണിക്കും 3 മണിക്കും ഇടയ്ക്കായിട്ട് മുനിസിപ്പൽ സിൽവർ ജൂബിലി ടൗൺ ഹാളിലേക്ക്, ഗാന്ധി സ്ക്വയറിന്റെ അടുത്ത് വോക്ക് ഇൻ ചെയ്ത അവസരങ്ങളിലേക്ക് എത്താം. ലുലുവിന്റെ കൊച്ചിയിലേക്കായിരിക്കും ഹയറിംഗ് നടക്കുക. ഇവിടെ കാണാനായിട്ട് സാധിക്കും ഒട്ടനവധി തസ്തികകളിൽ സൂപ്പർവൈസർ ഉണ്ട്, അതേപോലെ തന്നെ സെക്യൂരിറ്റി സൂപ്പർവൈസർ, ഓഫീസർ, സെക്യൂരിറ്റി ഗാർഡ്, CCTV ഓപ്പറേറ്റർ, ഫിഷ് മോങ്കർ, അസിസ്റ്റന്റ് ഫിഷ് മോങ്കർ, അല്ലെ കോമിസ്, ഷെഫ് ഡി പാർട്ടെ, അല്ലെ DCDP, ഇങ്ങനെ ഷെഫ് റിലേറ്റഡ് ജോലികൾ, അതല്ലെങ്കിൽ സെയിൽസ്മാൻ, സെയിൽസ് വുമണ്, ഇതൊക്കെ ഒരു മിനിമം 10ാം ക്ലാസ് കഴിഞ്ഞവർക്കും ഫ്രഷേഴ്സിനും ഒക്കെ അപേക്ഷിക്കാവുന്ന അവസരങ്ങളാണ്. സെയിൽസ് വുമൺ സെലിബ്രേറ്റിലേക്ക് ഉണ്ട്, അതും ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം. അതുകൂടാതെ കാഷ്യർ ആയിട്ട് +2 ഒക്കെ ഉള്ളവർക്ക് അപേക്ഷിക്കാം. ഫ്രഷേഴ്സിനും അപേക്ഷിക്കാനായിട്ട് കഴിയും. റൈഡ് ഓപ്പറേറ്റർ, അതേപോലെ തന്നെ ടൈലർ, ജെൻസ്, ലേഡീസ്, ഹെൽപ്പറൊക്കെ ആണെങ്കിൽ 48 വയസ്സ് വരെയുള്ള ആർക്കും അപേക്ഷിക്കുവാനൊക്കെ കഴിയും. അപ്പം അങ്ങനെ വിവിധ തസ്തികകളിലേക്കാണ് ലുലു ഹയർ ചെയ്യുന്നത്. തൊടുപുഴയിൽ വെച്ചായിരിക്കും ഈ ഒരു റിക്രൂട്ട്മെന്റ്. ഡേറ്റ് ഡിസംബർ 6-ാം തീയതി. കൂടുതൽ വിവരങ്ങൾ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നു. ഇനി MVVDN എന്ന് പറഞ്ഞാൽ വളരെ പ്രമുഖമായിട്ടുള്ള കമ്പനിയിലേക്ക് അവർ ട്രെയിനീസിലെ ഹയർ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും BTech, പ്രത്യേകിച്ച് ഇലക്ട്രോണിക്സുമായി ബന്ധപ്പെട്ട സ്ട്രീമുകൾ, ഇലക്ട്രോണിക്സുമായി ബന്ധപ്പെട്ട ഒട്ടനവധി സ്ട്രീമുകളുണ്ട്. ഉദാഹരണത്തിന് ഇലക്ട്രോണിക്സ്, ഇലക്ട്രിക്കൽ, അങ്ങനെയുള്ള ഒക്കെ ബന്ധപ്പെട്ട ഇലക്ട്രോണിക് സ്ട്രീമുകളെല്ലാം അത് 2024-ലും 2025-ലും പാസ് ഔട്ട് ആയിട്ടുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ബാംഗ്ലൂർ, ചെന്നൈ, പൂനെ, നോയിഡ ഇങ്ങനെയൊക്കെയുള്ള ലൊക്കേഷനിലേക്കായിരിക്കും ഹയറിംഗ് നടക്കുക. ഫേസ് ടു ഫേസ് ഇന്റർവ്യൂയിലൂടെ ആയിരിക്കും സെലക്ഷൻ. ഇതിന്റെ ജോബ് റെസ്പോൺസിലൊക്കെ ഇവിടെ നൽകുന്നുണ്ട്. കൂടുതൽ വിവരങ്ങളൊക്കെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നുണ്ട്. അടുത്ത അവസരം നമ്മളുടെ തിരുവനന്തപുരം ഇന്റർനാഷണൽ എയർപോർട്ടിലേക്കാണ്. തിരുവനന്തപുരം ഇന്റർനാഷണൽ എയർപോർട്ടും ഉണ്ട്, ഡൊമസ്റ്റിക് എയർപോർട്ടും ഉണ്ട്. അവിടെ രണ്ടും അവസരങ്ങളുണ്ട്. അപ്പോൾ അവിടെ പ്രവർത്തനങ്ങളുള്ള നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. സെമോദ കിച്ചൺസ്, ഈ ഒരു കമ്പനിയാണ് ഹയർ ചെയ്യുന്നത്. സെമോലിന കിച്ചൺസ് ഇവരാണ് ഹയർ ചെയ്യുന്നത്. HR എക്സിക്യൂട്ടീവ് ഉണ്ട്, റിക്രൂട്ടർ ആയിട്ടുണ്ട്, അഡ്മിൻ റോളുകളിലേക്കുണ്ട്. അതുപോലെ മാനേജർ, അസിസ്റ്റന്റ് മാനേജർ, F&Bയിലേക്കുണ്ട്, കൾണറിയിലേക്ക് സൂസ് ഷെഫ്, അതേപോലെ ഷെഫ് ഡെ പാർഡെ, കോമി, ഇങ്ങനെയൊക്കെയുള്ള തസ്തികളിൽ ഹയറിംഗ് നടക്കുന്നുണ്ട്. ഹൗസ് കീപ്പിംഗിലേക്ക് ഹയറിംഗ് നടക്കുന്നുണ്ട്. അപ്പം തിരുവനന്തപുരം എയർപോർട്ടിലേക്കുള്ള ചെറിയ ഹയറിംഗിന്റെ ഡീറ്റെയിൽസ് ആണ് ഞാൻ സൂചിപ്പിച്ചത്. ഇനി നമുക്ക് കൊഗ്നിസന്റ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രമുഖ മൾട്ടിനാഷണൽ കമ്പനി, അവരുടെ ഇന്ത്യൻ ഓപ്പറേഷൻസിന് വേണ്ടിയിട്ട് എഞ്ചിനീയേഴ്സിനെയും നോൺ എഞ്ചിനീയേഴ്സിനെയും ഒക്കെ ഹയർ ചെയ്യുന്നുണ്ട്. അതിന്റെ ഡീറ്റെയിൽസ്, അതേപോലെ തന്നെ റീജിയണൽ പാസ്പോർട്ട് സെന്ററിലേക്ക് ഡിഗ്രിക്കാരുടെ ഒക്കെ ഹയറിംഗ്, ഈ ഡീറ്റെയിൽസും കൂടി ഒക്കെ ഒന്ന് മനസ്സിലാക്കാം. നോക്കുക, ഇത് കൊഗ്നിസന്റിലേക്കുള്ള നോൺ എഞ്ചിനീയേഴ്സിന്റെ ഹയറിംഗ് ആണ്. ഇതിന് ശേഷം ഞാൻ എഞ്ചിനീയേഴ്സിന്റെ ഹയറിംഗ് സൂചിപ്പിക്കാം. ഈ നോൺ എഞ്ചിനീയേഴ്സിന്റെ ഹയറിംഗിൽ തന്നെ 2 ഹയറിംഗ് നടക്കുന്നുണ്ട്. അപ്പം അനലിസ്റ്റ് ട്രെയിനി എന്ന തസ്തികയിലേക്കാണ് ഈ 2 ഹയറിംഗും നടക്കുന്നത്.
ഓർക്കുക 2024-ലും 2025-ലും പാസ് ഔട്ട് ആയിട്ടുള്ള 3 ഇയർ ഡിഗ്രി കഴിഞ്ഞവരെ ആയിരിക്കും ഹയർ ചെയ്യുക. നിങ്ങൾക്ക് ഡിസംബർ 15-ാം തീയതി വരെ ഇതിന് അപ്ലൈ ചെയ്യുവാനായിട്ട് കഴിയും. അപ്പോൾ ആദ്യത്തെ അവസരം എന്ന് പറഞ്ഞാൽ അനലിസ്റ്റ് ട്രെയിനിങ്, അത് IT ആൻഡ് ഇൻ്റഗ്രേറ്റഡ് സ്മാർട്ട് ഓപ്പറേഷൻ ഈ മേഖലയിലേക്കാണ്. ജോലിയുടെ ഒരു ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ നൽകുന്നുണ്ട്, താല്പര്യമുള്ളവർക്ക് അത് പരിശോധിക്കാം. അപ്പോൾ ഇത് കുറേ കൂടെ IT റിലേറ്റഡ് ജോബാണ്. അപ്പോൾ ആരെയായിരിക്കും ഇവിടെ ഹയർ ചെയ്യുക? 24-ലും 25-ലും 3 ഇയർ ഡിഗ്രി കഴിഞ്ഞവർ, പ്രത്യേകിച്ച് BCA കഴിഞ്ഞവർ അല്ലെ BSc കഴിഞ്ഞവർ. BScയിൽ തന്നെ കമ്പ്യൂട്ടർ സയൻസ് ഉണ്ട്, IT ഉണ്ട്, മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി, സ്റ്റാറ്റിസ്റ്റിക്സ് അല്ലെ ഇലക്ട്രോണിക്സ് ഇങ്ങനെയുള്ളൊക്കെയുള്ള ഡിഗ്രി 2024-ലും 25-ലും കഴിഞ്ഞവരെയാണ് ഹയർ ചെയ്യുക. 60% മാർക്ക് നേടിയിരിക്കണം. 59.9% ആണെങ്കിൽ പോലും എലിജിബിൾ ആകത്തില്ല. അത് ഡിഗ്രിക്ക് മാത്രമല്ല, ഇവരോട് സൂചിപ്പിക്കുന്നുണ്ട് 10th ഓൺവേർഡ്സ്, 10th-ലും 12th-ലും ഡിഗ്രിക്കും ഒക്കെ 60% മാർക്ക് നേടിയിരിക്കണം. ഇനി CGPA ആണെങ്കിൽ അതിന് തുല്യമായ CGPA നേടിയിരിക്കണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഇനി അനലിസ്റ്റ് ട്രെയിനി അലൈൻ ടു മൾട്ടി ക്ലൗഡ് ഇങ്ങനെ ഒരു തസ്തികയിലേക്കും ഹയറിംഗ് നടക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ജോബ് ഡിസ്ക്രിപ്ഷൻ ഇവിടെ നൽകുന്നുണ്ട്, താല്പര്യമുള്ളവർക്ക് അത് വായിച്ച് മനസ്സിലാക്കാവുന്നതാണ്. ആ ഒരു തസ്തികയിലേക്കുള്ള ഹയറിംഗിന്റെ ഡീറ്റെയിൽസ് നോക്കുക. ഇവിടെയും 2024-25 വർഷങ്ങളിൽ 3 ഇയർ ഡിഗ്രി കഴിഞ്ഞവരാണ്. എന്നാൽ ഇവിടെ ഇതാ നോക്കുക, മറ്റ് ഡിഗ്രികൾ BCA, BSc, BA, BBA, BCom, BVoc, BMS ഇങ്ങനെയൊക്കെ ഉള്ള ഡിഗ്രി കഴിഞ്ഞവർക്കും അപേക്ഷിക്കാം. അതുപോലെ മിനിമം 50% മാർക്കുള്ളവർക്കും ഇവിടെ അപേക്ഷിക്കുവാനായിട്ട് കഴിയും. അരിയസ് ഉള്ളവർ മാത്രം അപേക്ഷിക്കേണ്ടതില്ല എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പം അതുകൂടാതെ അനലിസ്റ്റ് ട്രെയിനി അലൈൻ ടു ഡിജിറ്റൽ വർക്ക് പ്ലേസ് സർവീസസ് ഇങ്ങനെയൊക്കെയുള്ള തസ്തികയിലേക്കും ഹയറിംഗ് നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ഇതാ ഇവിടെ നൽകിയിട്ടുണ്ട്. ഇവിടേക്ക് നിങ്ങൾക്ക് 2024-25 വർഷങ്ങളിൽ ഡിഗ്രി കഴിഞ്ഞവർ BCA, BSc, BA, BBA, BCom, BVoc, BMS ഒക്കെ കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം. മിനിമം 50% മാർക്ക് മതിയായിരിക്കും. ബാക്കി ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ നൽകുന്നുണ്ട്, താല്പര്യമുള്ളവർക്ക് അത് പരിശോധിക്കാവുന്നതാണ്. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കടക്കുന്നില്ല. എന്നിട്ട് ഇവിടെ വന്നു കഴിയുമ്പോൾ അപ്ലൈ നൗ എന്നതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അപേക്ഷിക്കുവാനായിട്ട് കഴിയും. ഇനി ഇതേ കോഗ്നിസന്റ് തന്നെ സൂപ്പർ സെറ്റ് വഴി എൻജിനീയേഴ്സിൻ്റെ ഹയറിംഗ് കൂടെ അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ എനിക്ക് കാണാൻ സാധിക്കും കോഗ്നിസന്റ് ഹയറിംഗ്, ഫ്രഷർ ഹയറിംഗ്. ഇത് 2025-ൽ എഞ്ചിനീയറിംഗ് ഡിഗ്രി കഴിഞ്ഞവരെയാണ് ഇവരെ ഹയർ ചെയ്യുന്നത്. അപ്പോൾ അതും ഇന്ത്യയിലാകമാനമുണ്ട്. നമ്മുടെ കൊച്ചി ഉൾപ്പെടെയുള്ള ലൊക്കേഷനുകളിലേക്ക് ഹയറിംഗ് നടക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് ഡിസംബർ 5-ാം തീയതി വരെ ആയിരിക്കും അപ്ലൈ ചെയ്യുവാനായിട്ട്. ഇവിടെ സാലറി 4 lakh per annum എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ജോബിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ ഒക്കെ ഇവിടെ നൽകുന്നുണ്ട്. ഡെവലപ്പ്, മെയിൻറ്റെയിൻ, ടെസ്റ്റ് ആൻഡ് ഡീബഗ് ആൻഡ് ഡിപ്ലോയ് കോഡ്. ഒരുമാതിരി കോഡിംഗ് റിലേറ്റഡ്, സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് റിലേറ്റഡ് ജോബ്സ് ആയിരിക്കും. അവിടേക്ക് വന്നാൽ ഇത് BE, BTech, ME, MTechകാർക്കായിരിക്കും അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുക 2025-ൽ കഴിഞ്ഞവർ. ഇവിടെയും മിനിമം 60% മാർക്ക് നേടിയിരിക്കണം. 59.9 ആണെങ്കിൽ പോലും നിങ്ങൾ എലിജിബിൾ ആകത്തില്ല എന്നുള്ള കാര്യം അറിയുക. സ്റ്റാൻഡിങ് അരിയർസ് കാണല്ല എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഇന്ത്യയിലെ ഏത് ലൊക്കേഷനിലും വർക്ക് ചെയ്യുവാനായിട്ടൊക്കെ റെഡി ആയിരിക്കണം. ബാക്കി കാര്യങ്ങളൊക്കെ ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ഇവിടെ വന്ന് ആ കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കാം. ഇതിൻ്റെ ലിങ്ക് ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നു. ഇനി ഒരു റിക്രൂട്ട്മെൻറ്റോടെ ഞാൻ ഒന്ന് സൂചിപ്പിക്കാം. ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് നമ്മുടെ പാസ്പോർട്ട് ഓഫീസ്, റീജിയണൽ പാസ്പോർട്ട് ഓഫീസ് ലേക്കുള്ള ഒരു ഹയറിംഗ് ആണ്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ കീഴിൽ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് പാസ്പോർട്ട് ഓഫീസ് അവരാണ് ഇത് അനൗൺസ് ചെയ്തിരിക്കുന്നത്. കോഴിക്കോട് റീജിയണൽ പാസ്പോർട്ട് ഓഫീസിലേക്കാണ് ഈ ഒരു ഹയറിംഗ് നടക്കുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയും. ഇവിടെ കാണാനായിട്ട് കഴിയും. യങ് പ്രൊഫഷണൽ ഈ ഒരു തസ്തികയിലേക്കാണ് ഹയറിംഗ് നടക്കുന്നത്. ഒരു കോൺട്രാക്ട് ബേസ് ഹയറിംഗ് ആയിരിക്കും. ഇനീഷ്യലി 1 ഇയറിലേക്കായിരിക്കും. നിങ്ങളുടെ പെർഫോമൻസ് ഓക്കെ ആണെങ്കിൽ അത് എക്സ്റ്റെൻഡ് ചെയ്യപ്പെടും. അത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. യങ് പ്രൊഫഷണൽ അറ്റ്ലീസ്റ്റ് ഡിഗ്രി ഒക്കെ ഉള്ളവർക്ക് ഇതിന് അപേക്ഷിക്കുവാനായിട്ട് കഴിയും. ഏതെങ്കിലുമൊക്കെ ഒരു ഡിഗ്രി ഉള്ളവർ മതി. ഒരു കാര്യം കൂടെ സൂചിപ്പിക്കുന്നുണ്ട്, എക്സ്പീരിയൻസ് ഓഫ് 1 year ഓർ എബവ് ഇൻ ഗവൺമെന്റ് വിൽ ബി ഗിവൺ പ്രിഫറൻസ്. ഒരു 1 year ഒക്കെ മേളിൽ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ 1 year എങ്കിലും എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഒരു പ്രിഫറൻസ് നൽകും എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ജോലിയുടെ ഒരു സ്വഭാവം ഇവിടെ നൽകിയിട്ടുണ്ട്. ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട് അഡ്മിനിസ്ട്രേഷന്, അക്കൗണ്ട്സ്, ലീഗൽ ആൻഡ് സോഷ്യൽ മീഡിയ ഇങ്ങനെയൊക്കെയുള്ള മേഖലകളിലായിരിക്കും നിങ്ങളുടെ ജോലികൾ എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ യങ് പ്രൊഫഷണൽ എന്ന തസ്തികയിലേക്കായിരിക്കും 1 ഇയറിലേക്കായിരിക്കും ഹയറിങ്. ആഫ്റ്റർ 1 year നിങ്ങളുടെ പെർഫോമൻസ് ഓക്കെ ആണെങ്കിൽ 3 year വരെ എക്സ്റ്റെൻഡ് ചെയ്യപ്പെട്ടേക്കാം എന്നാണ് സൂചിപ്പിക്കുന്നത്. കോൺട്രാക്ട് ഹയറിംഗ് ആയിരിക്കും. കോഴിക്കോട് റീജിയണൽ പാസ്പോർട്ട് ഓഫീസിലേക്കായിരിക്കും. 40 വയസ്സാണ് മാക്സിമം ഏജ്. ഡിഗ്രിക്കാരാണെങ്കിൽ 50,000 രൂപ ആയിരിക്കും പ്രതിമാസ ശമ്പളം. PGക്കാരാണെങ്കിൽ 60,000 രൂപ നിങ്ങൾക്ക് ശമ്പളം കിട്ടും. മറ്റ് അലവൻസുകളൊന്നും ഉണ്ടായിരിക്കത്തില്ല എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ലീവുമായി ബന്ധപ്പെട്ട ടെർമിനേഷൻ ഓഫ് കോൺട്രാക്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ നൽകുന്നുണ്ട്.
താല്പര്യമുള്ളവർക്ക് അത് പരിശോധിക്കാം. വർക്കിംഗ് അവേഴ്സ് രാവിലെ 9 മണി മുതൽ വൈകിട്ട് 5:30 മണി വരെ ആയിരിക്കും, തിങ്കൾ മുതൽ വെള്ളി വരെ. എന്നാൽ സംടൈംസ് യു ഹാവ് ടു വർക്ക് ബിയോണ്ട് ഓഫീസ് അവേഴ്സ് എന്നും സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ DA നിങ്ങൾക്ക് യാത്രയൊക്കെ ചെയ്യേണ്ടതായിട്ട് വന്നാൽ പ്ലെയിൻ ടിക്കറ്റ് അല്ലെങ്കിൽ എക്കണോമിക് ക്ലാസ്സിലെ പ്ലെയിൻ ടിക്കറ്റ് അല്ലെങ്കിൽ റെയിൽവേയിൽ 2 ടയർ AC ടിക്കറ്റ് അതൊക്കെ ലഭ്യമാവും. ഹോട്ടൽ അക്കോമഡേഷന് അതൊക്കെ ലഭ്യമാകും. അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ഇവിടെ നൽകുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇവരിവിടെ സൂചിപ്പിക്കുന്നുണ്ട് 21 ദിവസത്തിനകം അപ്ലൈ ചെയ്യണം എന്നാണ് സൂചിപ്പിക്കുന്നത്. അവർക്ക് ഈ നോട്ടിഫിക്കേഷൻ വന്നത് 17-ാം തീയതി നവംബറിലാണ് എന്ന് പറയുമ്പം ഒരു ഡിസംബർ 7-ാം തീയതിക്ക് മുമ്പായിട്ട് നിങ്ങൾ ഇതിന് അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്യേണ്ട അഡ്രസ്സ് ഒന്നുകിൽ ഇമെയിൽ അയക്കാൻ നിങ്ങളുടെ റെസ്യൂമെ, അല്ലെങ്കിൽ അപ്ലൈ ചെയ്യേണ്ട അഡ്രസ്സും ഒക്കെ ഇവിടെ നൽകുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾ വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ്റെ ഒരു ഫോർമാറ്റ് ഒക്കെ ഉണ്ട്, അതൊക്കെ നൽകിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വേണം അപ്ലൈ ചെയ്യാനായിട്ട്. ആപ്ലിക്കേഷൻ ഫീ ഒന്നും ഉണ്ടായിരിക്കത്തില്ല. അപ്പം റീജിയണൽ പാസ്പോർട്ട് സെൻറ്റർ കാലിക്കറ്റിൽ ലഭ്യമായിരിക്കുന്ന അവസരങ്ങളാണ് സൂചിപ്പിച്ചത്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബേഴ്സ് വ്യൂവേഴ്സിനൊക്കെ ഒരുപക്ഷെ അനുയോജ്യമെന്ന് തോന്നിയ ചില അവസരങ്ങൾ ഞാൻ കണ്ടെത്തിയത് ഷെയർ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതാത് കമ്പനികളുടെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിൽ പോയി ഡീറ്റെയിൽസ് ഒക്കെ പൂർണ്ണമായി വായിച്ച് മനസ്സിലാക്കി നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ അവിടെ സൂചിപ്പിക്കുന്ന പോലെ അപ്ലൈ ചെയ്യും. അവർക്ക് ഈ റിക്രൂട്ട്മെന്റുകളൊക്കെ സൗജന്യമാണ്. ഇതിന്റെ പേരിൽ ആരെങ്കിലും പണം ആവശ്യപ്പെട്ടാൽ ശ്രദ്ധാപൂർവ്വം വേണം അതിനെ സമീപിക്കുവാൻ. ഏതായാലും ഈ ഒരു വീഡിയോ അത് നിങ്ങൾ പൂർണ്ണമായിട്ട് കണ്ടതിലുള്ള നന്ദി അറിയിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് ഉപകാരപ്രദമാണെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കല്ല്. ചാനൽ താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ തൊഴിൽ അവസരങ്ങൾക്കായിട്ട് നമ്മുടെ വാട്സാപ്പ് ചാനൽ, ജോബ് സൈറ്റ് ഒക്കെ സന്ദർശിക്കാം. അതിൻ്റെയൊക്കെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ ഏറ്റവും ശുഭകരമായ ഒരു ഭാവി കരിയർ നേർന്നുണ്ട്. നിർത്തട്ടെ. നന്ദി, നമസ്കാരം.